നല്ല രുചി കണ്ടറിയാനും അതിനുവേണ്ടി ശ്രമിക്കാനുമുള്ള നമ്മുടെ ശീലത്തെ, ആഗ്രഹത്തെയാണല്ലോ നമ്മൾ അഭിരുചി എന്ന് വിളിക്കാറുള്ളത്. മലയാളികളുടെ ഭക്ഷണക്രമങ്ങളിലേക്ക് നല്ല രുചിയുടെ മേന്മ എത്തിച്ചുകൊണ്ട് യൂണിക് ടേസ്റ്റ് എന്ന ബ്രാൻഡ് നേടിയ വിജയം ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതല്ലെന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ചത് ഉപഭോക്താവിൻ്റെ തീന്മേശയിൽ എത്തിക്കണമെന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുക വഴിയാണ് വർഷങ്ങളായുള്ള ശ്രമത്തിൻ്റെ ഫലമായി ഈ ബ്രാൻഡ് ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ഘട്ടത്തിലും ഗുണമേന്മയ്ക്ക് മുൻതൂക്കം നൽകി ഉപഭോക്താവിൻ്റെ രുചി അറിഞ്ഞ് ഒപ്പം ആരോഗ്യവും സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ്. ബ്രാൻഡ് അംബാസഡർ എന്ന നിലയ്ക്ക് അത് എനിക്ക് കൂടി ചാരിതാർത്ഥം ഉളവാക്കുന്നതുമാണ്. എന്നാൽ ഏതൊരു ഉൽപ്പന്നവും ഞങ്ങൾ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ ഹിറ്റാവണമെങ്കിൽ, അത് വളരെ സക്സസ്ഫുള്ളായി മാറണമെങ്കിൽ ശക്തമായ ഒരു വിതരണ ശൃംഖലയും അതിന് പിന്നിൽ അത്യുത്ഥാനികളായ ജീവനക്കാരും പ്രവർത്തകരും ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യൂണിക് ടേസ്റ്റിനെ ഹിറ്റാക്കുന്നതിൽ ഇന്നീ സദസ്സിലിരിക്കുന്ന എല്ലാ വിതരണക്കാർക്കും, ഏജൻസികളും അടക്കമുള്ള എല്ലാവർക്കും നിർണായകമായ പങ്കുണ്ട് എന്ന സന്തോഷത്തോടെ ഞാൻ തിരിച്ചറിയുന്നു. ഏത് മേഖലയിലും അശ്രാന്ത പരിശ്രമത്തിന് തിളക്കമുള്ള ഫലമായിരിക്കുമെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവർക്കും ഉത്തമ രുചികൾ നല്ലതുപോലെ വിളമ്പിക്കൊണ്ട് യൂണിക് ടേസ്റ്റ് ഇനിയും പുതിയ ഉയരങ്ങളിലേക്ക് വളരട്ടെയെന്നും അതിനൊപ്പം ഈ സദസ്സിലെ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതവും ഒപ്പം ബിസിനസ്സും പുതിയ ഔന്നത്യങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നല്ലത് കഴിക്കൂ, നന്നായി കഴിക്കൂ. നന്ദി, നമസ്കാരം. ഇനിയും തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. നിങ്ങളെ കണ്ടതിലും ഇങ്ങനൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനും സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. ബാക്കി നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ആ ഫംഗ്ഷൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ഞാനിവിടെ തന്നെ ഉണ്ടാകും കുറച്ച് സമയം. അപ്പോൾ നമുക്ക് സംസാരിക്കാം. താങ്ക് യു ലാലേട്ട. അപ്പോൾ ലാലേട്ടൻ